സുഗമാദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദന ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് ആരാന്ന് കണ്ടെത്തുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്നത്. എന്തായാലും ഈ ഇസബെല്ലയും കെവിനും വന്നിട്ട് ഋഷിയോട് പറയുന്നുണ്ട്, നീ നന്ദനെ എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പറ, ഇല്ലെങ്കിൽ ഇത് തീക്കളിയാവും, ഞങ്ങൾ വെറുതെ വിടില്ല എന്നൊക്കെ പറയുമ്പം ഋഷി പറയുന്നുണ്ട്, നിങ്ങളെന്താ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? എന്തായാലും നിങ്ങൾ എൻ്റെ കൂടെ കൂടിയത് എന്നെ നന്നാക്കാൻ വേണ്ടിയിട്ട് മാത്രമൊന്നുമല്ലല്ലോ, നിങ്ങൾക്ക് നന്ദനയും കൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ സാധിക്കാനുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ നിങ്ങൾ എന്നെ രക്ഷിക്കാൻ കൂടിയതൊന്നും അല്ല എന്ന് പറയുമ്പം ഞങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ സാധിക്കാനാ, അങ്ങനെയൊന്നുമില്ല എന്നും പറഞ്ഞ് ഇസബെല്ലയും കെവിനും ഈ ഋഷിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് അരുന്ധതി വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും നന്ദനെ കടത്തിക്കൊണ്ട് വന്നിട്ടില്ലെങ്കിൽ മൂന്നാമതൊരാളത് ചെയ്തിട്ടുണ്ട്, ആദ്യം തന്നെ അത് ആരാന്ന് കണ്ടുപിടിക്കുക, മൂന്നാമതൊരു ശത്രു എവിടെയോ മറിഞ്ഞിരിക്കുന്നുണ്ടെന്ന്. അന്നേരം ഇസബെല്ല പറയുന്നുണ്ട്, അത് ആരാന്നാണ് ഞാനും ആലോചിക്കണേ, നന്ദന അങ്ങനെ പ്രത്യേകിച്ച് ശത്രുക്കളൊന്നുമില്ലാന്ന്. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, നിങ്ങൾ പരസ്പരം പോരടിക്കാതെ എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഇറങ്ങിയാലേ നന്ദനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, എത്രയും പെട്ടെന്ന് നന്ദനെ കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും, നിങ്ങളെല്ലാവരും കുടുങ്ങും. ഞാൻ ആദ്യമേ പറഞ്ഞതാ എല്ലാം നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന്. അപ്പോൾ ഇവനൊക്കെയായിരുന്നു വാശി, അവനക്ക് ഉപദേശം കൊടുക്കാൻ നിങ്ങൾ കാരണം എൻ്റെ മോനക്ക് ഇപ്പോൾ ഈ അവസ്ഥ വന്നതെന്ന് പറയുമ്പം ആൻറ്റി എന്താ ഇങ്ങനെ പറയണത്, ഞങ്ങളതിന് എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പം നിങ്ങളൊന്നും ചെയ്തില്ല, അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ. അന്നേ ഞാൻ പറഞ്ഞതാ ദേവികയോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാമെന്ന്, അപ്പം നിങ്ങൾ സമ്മതിച്ചില്ല, എന്തായാലും ഇനി വരുന്നിടത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞ് അരുന്ധതി പോകുന്നുണ്ട്. പിന്നീട് നമ്മളുടെ ഋഷിക്കാണെങ്കിൽ നല്ല ദേഷ്യത്തോടു കൂടി ഋഷി ഇങ്ങനെ നന്ദനെ കൈ കിട്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള തീരുമാനത്തിലിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദനെ ഈ ഋഷിയുടെ കൂട്ടുകാർ നല്ലോണം തല്ലുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ ഋഷി എവിടെ, ഞങ്ങളുടെ ഋഷിനെ നീ എന്താടാ ചെയ്തത്, ഋഷിനെ നീ കൊന്നോന്നൊക്കെ ചോദിച്ചിങ്ങനെ നന്ദനെ നല്ലോണം മർദ്ദിക്കുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ ഋഷിയൊന്നും ചെയ്തിട്ടില്ല, എനിക്കൊന്നും അറിയില്ല എന്നും പറഞ്ഞ് കരയുന്നുണ്ടെങ്കിലും ഈ കൂട്ടുകാരാണെങ്കിൽ നന്ദനെ വീണ്ടും ഇടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവസാനം ഒരുത്തൻ ഒരു കത്തി എടുത്ത് നന്ദൻ്റെ വയറ്റിലേക്ക് കുത്തുന്നുണ്ട്. ആ സമയത്ത് നന്ദനാണെങ്കിൽ അമ്മേന്നും പറഞ്ഞ് വിളിച്ച് കരയുന്ന സമയത്ത് പ്രഭാവതി മോനേന്നും പറഞ്ഞുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത്. ഈ പ്രഭാവതി ഉറക്കത്തിൽ നിന്ന് എണീറ്റതും പ്രഭാവതിക്കാണെങ്കിൽ നല്ല പേടിയാവുന്നുണ്ട്. അങ്ങനെ പ്രഭാവതിയുടെ ഒച്ച കേട്ടിട്ട് സിദ്ധാർത്ഥനെ എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് പറ്റി പ്രഭ, എന്താ താൻ ഒച്ച എടുത്തതെന്ന് ചോദിക്കുമ്പം അത് സിദ്ധു ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്, എന്താ അപകടമാണെന്ന് ചോദിക്കുമ്പം നന്ദുവിനെ അവർ കുത്തി കൊന്നു. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, താൻ എന്തൊക്കെയോ അവിടെ പറയണേ, താൻ വല്ല സ്വപ്നം കണ്ടോയെന്ന് ചോദിക്കുമ്പം പ്രഭാവതിയാണ് ഈ ചുറ്റും നോക്കിയിട്ട്, സിദ്ധു ഞാനൊരു സ്വപ്നം കണ്ടു, നന്ദുവിനെ ഋഷിയുടെ കൂട്ടുകാരെല്ലാവരും ചേർന്ന് മർദ്ദിച്ച് അവശനാക്കി അവനെ കത്തിക്ക് കുത്തണേ കണ്ടേ, എൻ്റെ മോനക്ക് എന്തോ ഒരു ആപത്ത് സംഭവിച്ചിട്ടുണ്ട്, എനിക്കിപ്പോൾ തന്നെ എൻ്റെ മോനെ കാണണമെന്ന് പറഞ്ഞ് പ്രഭാവതിയാണെങ്കിൽ കരച്ചിലും ബഹളാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഭാർഗവീനെയാണ്. ഭാർഗവി ആണെങ്കിൽ മുരളിക്ക് ചായ കൊടുത്തിട്ട് മുരളിയോട് ചോദിക്കുന്നുണ്ട്, എന്തായി മുരളി, അന്വേഷണം എവിടം വരെയായി, നന്ദനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോയെന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും അറിയില്ല അമ്മേ, ചന്ദ്രോത്തുകാർ പേരിനൊരു കേസ് കൊടുത്തു, പോലീസ് ജസ്റ്റ് അവിടം വരെ ഒന്ന് വന്ന് അന്വേഷിച്ചിട്ട് പോയി, പിന്നീട് അതിൻ്റെ പുരോഗതി ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നണില്ല, ദേവികയോട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദേവികയുടെ മറുപടി ഒരു വാലും തുമ്പും ഇല്ലാത്തതാ, എനിക്കൊന്നും മനസ്സിലാവണില്ല, ഇനിയിപ്പോൾ എല്ലാവരും ചേർന്ന് നന്ദനെ എവിടെയെങ്കിലും മാറ്റിയേക്കണയാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന്. ആ സമയത്ത് ഭാർഗവി ചോദിക്കുന്നുണ്ട്, അതെന്തിനാ അങ്ങനെ ചെയ്യണേ, അങ്ങനെയാണെങ്കിൽ പ്രഭക്കുഞ്ഞ് നന്ദനെ കാണാനില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് ഇവിടെ വരില്ലല്ലോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പ്രഭയാൻറ്റിക്ക് അറിയില്ലായിരിക്കും ഇതിൽ ദേവികയ്ക്കും ആ ഗിരീഷിനും അതുപോലെ ഹരിയങ്കളിനും സിദ്ധാർത്ഥ സാറിനും പങ്കുണ്ടാവും, അവരെല്ലാവരും ചേർന്നായിരിക്കും നന്ദനെ മാറ്റിയേക്കണേന്ന്. അന്നേരം ഗൗരി പറയുന്നുണ്ട്, അവരെന്തിനാണ് നന്ദനെ മാറ്റണേ, നന്ദനെ മാറ്റിയിട്ട് പിന്നെ നന്ദനെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും മനസ്സിലാവണില്ല എന്ന് പറയുന്നു. അന്നേരം ഭാർഗവി പറയുന്നുണ്ട്, എന്തായാലും നീ ആ ഗിരീഷിനൊന്ന് വിളിച്ച് നോക്ക്, അവനോട് ചോദിച്ചാൽ കാര്യങ്ങൾ അറിയാലോ എന്ന്. അങ്ങനെ മുരളിയാണെങ്കിൽ ഞാൻ ഗിരീഷിനെ വിളിച്ച് നോക്കാമെന്നും പറഞ്ഞ് ഫോണെടുത്ത് ഗിരീഷിനെ വിളിക്കുന്നുണ്ട്. ഇതേസമയം രജനിയാണെങ്കിൽ ഗിരീഷിനോട് പറയുന്നുണ്ട്, ഞാൻ അമ്മയ്ക്ക് വിളിച്ചായിരുന്നു, എൻ്റെ അതേ അഭിപ്രായം തന്നെ അമ്മയ്ക്കും ഉള്ളതെന്ന്. അന്നേരം ഗിരീഷൻ ചോദിക്കുന്നുണ്ട്, മേഡം എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അമ്മയ്ക്ക് ദേവികയെ നല്ല സംശയമുണ്ട്, ദേവികയും കൂടി അറിഞ്ഞുകൊണ്ടായിരിക്കും നന്ദനെ ആരെങ്കിലും കടത്തിക്കൊണ്ട് പോയെന്ന് അമ്മ പറഞ്ഞതെന്ന്. അന്നേരം ഗിരീശൻ പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് രജനി പറയണേ, ദേവിക അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം അല്ലെങ്കിൽ പിന്നെ ദേവികയ്ക്ക് എന്തെങ്കിലും ഒരു സങ്കടം കാണണ്ടേ, അവിടെ അമ്മയാണെങ്കിൽ ആകെ കരഞ്ഞു ബഹളമായിട്ടിരിക്കണു, ദേവിക ചിരിച്ച് കളിച്ച് നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് നടക്കണു, സ്വന്തം ഭർത്താവിനെ കാണാതെ അതിൻ്റെ വിഷമമൊന്നും ദേവികയ്ക്കില്ല. ആ സമയത്ത് ഗിരീശൻ പറയുന്നുണ്ട്, ആവശ്യമില്ലാത്തതൊന്നും പറയാൻ നിൽക്കണ്ട രജനി, ദേവിക പിന്നെ കരഞ്ഞുകൊണ്ട് നടക്കണമെന്ന് ചോദിക്കുമ്പം അതങ്ങനെയല്ലേ വേണ്ടേ, സ്വന്തം ഭർത്താവിനെയല്ലേ കാണാതായേക്കണേ, അപ്പോൾ പിന്നെ ഏതൊരു ഭാര്യയും കരയൂലേന്ന് ചോദിക്കുമ്പം അതെന്തെങ്കിലും ആയിക്കോട്ടെ, നീ ഇപ്പോൾ ആവശ്യമില്ലാത്തതൊന്നും പറയണ്ട, എന്തായാലും നന്ദനെ കണ്ടുപിടിക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട്, അധികം വൈകാതെ തന്നെ നന്ദനെ നമുക്ക് കണ്ടു കിട്ടുമെന്ന്. ആ സമയത്ത് രജനി ചോദിക്കുന്നുണ്ട്, ഗിരിക്ക് എന്താ കാര്യത്തിൽ ഇത്ര ഉറപ്പെന്ന് ചോദിക്കുമ്പം
എൻ്റെ ഉറപ്പല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഹരിസാറ് തന്നേക്കണ ഉറപ്പാണ്. ഹരിസാറ് എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതനുസരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. എന്തായാലും അധികം വൈകാതെ തന്നെ ഹരിസാറ് നന്ദനെ നമ്മളുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തുന്നു. ഇവരങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ഗിരിയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ഗിരി ഫോൺ എടുത്തതും മുരളി ആളെ വിളിക്കണേന്നും പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്തിട്ട് എന്താ മുരളി എന്ന് ചോദിച്ചതും ഗിരീഷേട്ടനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. അതെന്താ മുരളി നീ അങ്ങനെ പറഞ്ഞേ, എന്താണെങ്കിലും ചോദിച്ചോ എന്ന് പറയുമ്പം അത് വേറൊന്നുമല്ല, നന്ദനെ കാണാതെ ആയതിൻ്റെ അന്വേഷണം എവിടം വരെയായെന്ന് ചോദിക്കുമ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്, കൂടുതൽ വിവരങ്ങളൊന്നും അറിയാൻ പാടില്ല എന്ന് പറയുമ്പം അതെന്താ ഗിരീഷേട്ടനൊന്നും അറിയാത്ത, എനിക്ക് തോന്നണേ നന്ദനെ നിങ്ങളെല്ലാവരും ചേർന്ന് എവിടെയെങ്കിലും മാറ്റിയേക്കണേ ആയിരിക്കും എന്ന് പറയുമ്പം ഗിരീഷൻ ചോദിക്കുന്നുണ്ട് അതെന്താ മുരളി നിനക്ക് അങ്ങനെ തോന്നിയെന്ന് ചോദിക്കുമ്പോൾ അല്ല, ദേവികയുടെയും നിങ്ങളുടെ എല്ലാവരുടെയും പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത് നന്ദനെ വേറെ ആരും തട്ടിക്കൊണ്ട് പോയിട്ടൊന്നുമില്ല, നന്ദന എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് തന്നെയാണ്. എന്തായാലും നന്ദനെ കാണാനില്ലാത്തതിൻ്റെ പിന്നിലും എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് ആ സമയത്ത് ഗിരീഷൻ പറയുന്നുണ്ട്. കുറച്ച് രഹസ്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അത് തൽക്കാലം ആരോടും പറയാൻ നിർവാഹമില്ല. കുറച്ച് ദിവസം കഴിയുമ്പം നിനക്ക് സത്യങ്ങളെല്ലാം ബോധ്യപ്പെടും, അതുവരെ നീ ഒന്ന് ക്ഷമയോടുകൂടി നിൽക്ക്. പിന്നെ തൽക്കാലം നിൻ്റെ സംശയങ്ങൾ നീ വേറെ ആരോടും പറയാൻ നിൽക്കണ്ടെന്ന്. ആ സമയത്ത് മുരളിക്ക് ഏകദേശം കാര്യങ്ങൾ ബോധ്യമാവുന്നുണ്ട്. ഈ നന്ദനെ ആരും തട്ടിക്കൊണ്ട് പോയേക്കണേ അല്ല, ചന്ദ്രോത്തുള്ളവർ തന്നെ ഈ നന്ദനെ എവിടെയോ മാറ്റി നിർത്തിയേക്കണത്. ആ വിവരം പ്രഭാവതിക്ക് അറിയില്ല എന്നും ഈ മുരളിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ മുരളി ഫോൺ വെച്ചതും ഭാർഗവി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഈ മുരളി ഗിരീഷ് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഗിരീഷേട്ടൻ പറഞ്ഞതും എനിക്കൊന്നും മനസ്സിലായില്ല അമ്മേ, അതെന്താടാ നീ അങ്ങനെ പറയണേന്ന് ഭാർഗവി ചോദിക്കുമ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും മനസ്സിലായില്ല എന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് മുരളി അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഇസബല്ലേനെയും കെവിനെയും കുരുവിളേനെയാണ്. കുരുവിള ഇസബല്ലയോടും കെവിനോടും പറയുന്നുണ്ട് കാര്യങ്ങളിപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, ഇനിയിപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ നടക്കൂല, നമ്മളെല്ലാവരും കുടുങ്ങാൻ പോണേ കാണണേന്ന് പറയുമ്പം ഇസബല്ല പറയുന്നുണ്ട് അത് ഒരിക്കലും നടക്കില്ല. അതെന്താ നീ അങ്ങനെ പറയണേ, നന്ദൻ നിൻ്റെ കസ്റ്റഡിയിലാണെന്നും പറഞ്ഞല്ലേ നീ ഇരുന്നത്, എന്നിട്ട് നന്ദൻ നിൻ്റെ കസ്റ്റഡിയിലുമില്ല ഋഷിയുടെ കസ്റ്റഡിയിലുമില്ല, മൂന്നാമതൊരാളുടെ കസ്റ്റഡിയിലാണ് നന്ദനുള്ളത്. അതുകൊണ്ട് തന്നെ പന്തിപ്പോൾ അവരുടെ കോർട്ടിലാണ്, ഇനി കളി എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കണത് അവരായിരിക്കുന്നു. ആ സമയത്ത് ഇസബല്ല ചോദിക്കുന്നുണ്ട് നന്ദനെ തട്ടിക്കൊണ്ടുപോയത് ആരാന്ന് പാപ്പന് എന്തെങ്കിലും ഊഹം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം അങ്ങനെ നമുക്ക് ഊഹിക്കാൻ പറ്റിയ ഒരു തെളിവും അവിടെ ഉണ്ടായിരുന്നില്ല. നന്ദൻ്റെ റൂം ഞാൻ എല്ലായിടവും പരിശോധിച്ചതാണ്, അന്ന് നിൻ്റെ ആളുകളെ കൊണ്ടുപോയെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലായിടവും നോക്കി എന്തെങ്കിലും തെളിവ് കിടക്കുന്നുണ്ടോയെന്ന്, അപ്പോൾ അവിടെ ഒരു തെളിവും ഞാൻ കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എങ്ങനെ അന്വേഷിച്ചാലും അത് ആരാന്ന് കണ്ടെത്താൻ പറ്റില്ല. അന്നേരം ഇസബല്ല പറയുന്നുണ്ട് ഇനി ചന്ദ്രോത്തുള്ളവർ തന്നെ നന്ദനെ എവിടെയെങ്കിലും മാറ്റി നിർത്തിയിട്ട് പാപ്പനെ കൊണ്ട് അന്വേഷിപ്പിക്കണേയാണോ എന്ന് ചോദിക്കുമ്പം അതും പറയാൻ പറ്റില്ല. പക്ഷേ ആ പ്രഭാവതിയുടെ കരച്ചിലും ബഹളവും കണ്ടിട്ട് അവരങ്ങനെ നന്ദനെ മാറ്റി നിർത്തിയേക്കണേന്ന് എനിക്ക് തോന്നണില്ല. അന്നേരം ഇസബല്ല പറയുന്നുണ്ട് പ്രഭയാൻ്റീനെ അറിയിക്കാതെ അവർ നന്ദനെ മാറ്റിയതാണോ എന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പം അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഞാനവിടെ ചെന്നപ്പം പ്രഭാവതിയുടെ മുഖത്ത് മാത്രം അത്രയും സങ്കടവും വിഷമവും കണ്ടോളൂ, വേറെ ആർക്കും അത്ര സങ്കടമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അന്നേരം ഇസബല്ല പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ ഊഹം ശരിയാ, ചന്ദ്രോത്തുള്ളവർ തന്നെയാണ് നന്ദനെ മാറ്റിയേക്കണേ. എന്തായാലും അവർ നമുക്കെതിരെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഇനി ആ കളിയുടെ പ്രത്യാഘാതം എന്താണെന്ന് ഞാനവരെ കാണിച്ചു കൊടുക്കാം. ഇതിൻ്റെ പിന്നിൽ മിക്കവാറും ദേവിക തന്നെയായിരിക്കും. ആ സമയത്ത് കുരുവിള പറയുന്നുണ്ട് ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും അവൾ കേസന്വേഷണം എന്നെ തന്നെ ഏൽപ്പിച്ചത്. അന്നേരം കെവിൻ പറയുന്നുണ്ട് അതല്ല സാറേ, കേസന്വേഷണം സാറിനെ ഏൽപ്പിച്ചതുകൊണ്ട് ദേവികയ്ക്ക് എന്താ നേട്ടമെന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞാൻ ഇസബല്ലയുടെ പാപ്പനാന്ന് അവൾക്ക് അറിയുമല്ലോ, അതുകൊണ്ട് തന്നെ അന്വേഷണം ഏത് രീതിയിൽ പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും എന്നെ ഏൽപ്പിച്ചത്. എന്തായാലും നമുക്കൊക്കെ നല്ല 8ൻ്റെ പണി തന്നെയാണ് വരാൻ പോകുന്നത്, നിങ്ങളെല്ലാവരും സൂക്ഷിച്ച് നിന്നോ, ഏത് സമയവും നമുക്ക് പണി കിട്ടാമെന്ന്. ആ സമയത്ത് ഇസബല്ല പറയുന്നുണ്ട് ഇല്ല, ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ വരും, അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാവും. എന്തായാലും അവരുടെ ഈ നാടകം ഞാൻ ഇന്ന് തന്നെ പൊളിച്ചു കൊടുക്കാം, ഇന്ന് തന്നെ ഞാൻ ചന്ദ്രോത്ത് പോയി പ്രഭാവതിയെ കാണുന്നുണ്ടെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികേനെയാണ്. ദേവികയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ്. അങ്ങനെ എല്ലാ ജോലികളും ചിരിച്ചുകൊണ്ട് ദേവിക ചെയ്യുന്ന സമയത്ത് ഈ രാധിക അങ്ങോട്ട് വരുന്നുണ്ട്. ദേവികയുടെ ചിരിയും സന്തോഷമൊക്കെ കാണുമ്പോൾ രാധിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവൾക്ക് ഇതെന്ത് പറ്റി, ഇവൾ നന്ദനെ കാണാത്ത വിഷമത്തിലായിരുന്നല്ലോ, ഇപ്പം എന്താ ഇവളിങ്ങനെ ചിരിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യണേ, ഇനിയിപ്പം നന്ദനെ കണ്ടു കിട്ടി കാണുമോ അതോ നന്ദന എവിടെയുണ്ടെന്ന് ഇവൾ അറിഞ്ഞു കാണുമോ എന്നൊക്കെ വിചാരിച്ച് ദേവികയോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് മോളെന്താ ഇങ്ങനെ ചിരിക്കണേന്ന് ചോദിക്കുമ്പം ഇല്ലമ്മേ ഒന്നുമില്ല, ഞാൻ വെറുതെ ചിരിച്ചതാന്ന് പറയുമ്പോൾ അല്ല മോളെ, കുറച്ച് ദിവസമായിട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കണതാണ്, നിനക്കൊരു സന്തോഷമോ ചിരി ഒന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പം നീ ഇത്രയധികം ചിരിക്കണമെങ്കിൽ നിനക്ക് എന്തോ നല്ല സന്തോഷം ഉണ്ടായിട്ട് അതെന്താണെന്നാണ് ഞാൻ ചോദിക്കണേന്ന് പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട് ഇത്രയും ദിവസം നന്ദുവിൻ്റെ കേസിൽ ആകെ ടെൻഷനായിട്ട് നടക്കുമല്ലായിരുന്നോ, ഇപ്പം എന്തായാലും നന്ദുവിൻ്റെ കേസിലൊരു തീരുമാനമായി. ആ സമയത്ത് രാധിക ചോദിക്കുന്നുണ്ട് അതെന്താ നീ അങ്ങനെ പറഞ്ഞ്, നന്ദൻ തിരിച്ചു വന്നു എന്ന് ചോദിക്കുമ്പം നന്ദൻ തിരിച്ചു വന്നൊന്നുമില്ല, പക്ഷേ ഇനി നമുക്ക് പേടിക്കാനൊന്നുമില്ല, നന്ദനെ ഋഷിയുടെ കൊലപാതക കേസിൽ നിന്ന് നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റുമെന്ന്. അന്നേരം രാധിക ചോദിക്കുന്നുണ്ട് അതിന് നന്ദനെ കൈ കിട്ടിയാലല്ലേ
രക്ഷിച്ചാലേ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് വയ്ക്കുമ്പോൾ അധികം വൈകാതെ തന്നെ നന്ദൻ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. അത് കേട്ടതും രാധികയാണെങ്കിൽ ഇങ്ങനെ ആകെ കൺഫ്യൂഷനിലായിട്ട് നിൽക്കുമ്പം ദേവിക പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ ടെൻഷനാകുമൊന്നും വേണ്ട, എന്തായാലും 2-3 ദിവസം കൂടി അമ്മ ക്ഷമയോടുകൂടി നിന്നാൽ മതി, അതിനുള്ളിൽ നന്ദു നമ്മുടെ അടുത്തേക്ക് വരുമെന്ന്. അത് കേട്ടിട്ട് രാധികയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവണില്ല. അതേസമയം മാധവൻ അങ്ങോട്ട് വരുന്നുണ്ട്. മാധവൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ എന്തൊക്കെയാണ് ഈ പറയണേ, നന്ദനെ കണ്ടു കിട്ടിയോന്ന് ചോദിക്കുമ്പം അതല്ല അച്ഛാ ഞാൻ പറഞ്ഞത്, 2-3 ദിവസവും കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി, അതിനുള്ളിൽ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ചന്ദ്രമതി ആണെങ്കിൽ ഈ പ്രഭാവതിക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. പ്രഭാവതി ഫോൺ എടുത്തതും എന്താ ചന്ദ്രമതി എന്ന് ചോദിക്കുമ്പം പ്രഭയെ നന്ദനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ എന്ന് ചോദിക്കണം. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, ഇല്ല ചന്ദ്രമതി, നന്ദനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല, ഇവിടെ ആർക്കും അതിനൊരു ഉത്സാഹവും ഇല്ല എന്ന് പറയുമ്പം നീ എന്താ പ്രഭാവതി ഇങ്ങനെയൊക്കെ പറയണേ, അവിടെ എല്ലാവരും വിഷമത്തിലല്ലേ എന്ന് ചോദിക്കുമ്പം വിഷമമൊക്കെ ഉണ്ട്, പക്ഷേ വേണ്ട രീതിയിൽ അന്വേഷണം നടക്കണമൊന്നുമില്ല, ഒന്നുമില്ലെങ്കിലും കാണാതായത് ഒരു MLAയുടെ ഭർത്താവിനെയല്ലേ, അപ്പോൾ അതനുസരിച്ചുള്ള അന്വേഷണം നടക്കൂലേ, ഇവിടെ അങ്ങനത്തെ അന്വേഷണം ഒന്നും നടക്കണില്ല എന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, അത് രഹസ്യമായിട്ടുള്ള അന്വേഷണം അല്ലേ പ്രഭയെ നടക്കണേ, പരസ്യമായിട്ടൊരു അന്വേഷണം വേണ്ടെന്നല്ലേ എല്ലാവരും പറഞ്ഞേക്കണേന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, ഇതിപ്പോൾ നന്ദനെ കണ്ടെത്തണമെങ്കിൽ പരസ്യമായിട്ടുള്ള അന്വേഷണം തന്നെ വേണം, അല്ലാതെ നന്ദനെ കണ്ടെത്താൻ പറ്റൂല എന്ന്. അന്നേരം ചന്ദ്രമതി പറയുന്നുണ്ട്, എന്തായാലും പ്രഭ സമാധാനമായിട്ടിരിക്കുക, അധികം വൈകാതെ തന്നെ നമുക്ക് നന്ദനെ കണ്ടെത്താമെന്ന്. പിന്നീട് ഫോൺ വെച്ചതും ഒരു കാറിൻ്റെ സൗണ്ട് കേട്ടിട്ട് നമ്മളുടെ പ്രഭാവതി ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് കാറ് തുറന്ന് ഒരാളെ ഇറങ്ങി വരുന്നുണ്ട്. ആ ആളെ കണ്ടതും പ്രഭാവതി ആണെങ്കിൽ ആകെ അത്ഭുതത്തോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് വേറെ ആരുമല്ല, നമ്മളുടെ എസ്തപ്പാൻ ചേട്ടനാണ്. എസ്തപ്പാനെ കണ്ടതും പ്രഭാവതി സന്തോഷത്തോടുകൂടി ഇങ്ങനെ എസ്തപ്പാൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ഇനി വരുന്ന എപ്പിസോഡിൽ നമ്മളുടെ എസ്തപ്പാൻ തന്നെ നന്ദനെ കണ്ടെത്തുന്ന എപ്പിസോഡാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.